Welcome to CSIR JRF Next Examination Questions. Class General Aptitude 22th lecture. General Aptitude. Today the topic is partnership. Partnership. The questions from partnership. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത കച്ചവടം, പങ്കാളിത്തം എന്ന് പറയും. ഒരു ബിസിനസ് ഒരുമിച്ച് നടത്തിയിട്ട് ലാഭം എങ്ങനെ വീതിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്താണ് വാട്ട് ഈസ് പാർട്ണർഷിപ്പ്? A partnership is an arrangement between two or more people to oversee business operations and share profits and liabilities. രണ്ടോ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു സംരംഭം ആരംഭിക്കുകയും അതിൽ നിന്നുള്ള ലാഭനഷ്ടങ്ങൾ തമ്മിൽ പങ്കിടുകയും ചെയ്യുക. അതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്ത കച്ചവടം എന്നൊക്കെ പറയും. രണ്ടോ മൂന്നോ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ഒരു സംരംഭം ബിസിനസ് ആരംഭിക്കുകയും ലാഭനഷ്ടങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ്. ഇൻ എ ജനറൽ പാർട്ണർഷിപ്പ് കമ്പനി ഓൾ മെമ്പേഴ്സ് ഷെയർ ബോത്ത് പ്രോഫിറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു പൊതു പാർട്ണർഷിപ്പ് കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും അതിൻ്റെ നഷ്ടത്തിനും ലാഭത്തിനും ഉത്തരവാദിത്വമുണ്ട്. പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സ് ഓഫൺ ഫോം എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഡോക്ടേഴ്സും പ്രൊഫഷണൽസും ഒക്കെ അവിടെ ലയബിലിറ്റി കുറവുള്ള പാർട്ണർഷിപ്പ് ആയിരിക്കും. ദെയർ മേ ബി ടാക്സ് ബെനിഫിറ്റ്സ് ടു പാർട്ണർഷിപ്പ് കമ്പയർഡ് ടു എ കോർപ്പറേഷൻ. അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇത്രയാണ് പാർട്ണർഷിപ്പ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രോബ്ലമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. This is a question. Three partners shared the profit of a business in the ratio 5:7:8. They had partnered for 14 months, 8 months and 7 months respectively. What was the ratio of their investments? ഇപ്പോൾ ഒരു 3 പാർട്ട്നേഴ്സാണ് ഉള്ളത്, 3 പങ്കാളികളാണ് ഉള്ളത്. അവർ അതിൻ്റെ പ്രോഫിറ്റ് 5:7:8 എന്ന റേഷ്യോയിൽ പങ്കിടുകയാണ്. അപ്പോൾ അവർ 14 മാസമാണ് പാർട്ട്ണർ ചെയ്തത്. ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ 8 മാസം, മൂന്നാമത്തെ ആൾ 7 മാസം പാർട്ട്ണർ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പീരീഡിലാണ് ഉള്ളത് ഓരോരുത്തർക്കും. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ 14 മാസം പാർട്ട്ണറായിട്ടുള്ള ആളും 8 മാസമുള്ള ആളും 7 മാസമുള്ള ആളും ഉണ്ട്. അവരാണ് ഈ 5:7:8 എന്ന റേഷ്യോയിൽ ലാഭം പങ്കിടുന്നത്. അപ്പോൾ അവരുടെ നിക്ഷേപം അതിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദ്യം. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 5:7:8, 20:49:64, 38:28:21, none of this. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻസർ ഈസ് ബി. ദാറ്റ് ഈസ് ആൻസർ ബി ആണ്. 20:40:64 ആണ്. എങ്ങനെ നമുക്ക് നോക്കാം. സൊല്യൂഷൻ. ലെറ്റ് ദർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് be ₹6 for 14 months, ₹Y for 8 months and Z for 7 months respectively. അപ്പോൾ ഓരോരുത്തർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. 14 മാസത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സാം വിചാരിക്കുക. ഒരാളുടേത്, രണ്ടാമത്തെ ആളുടേത് 8 മാസത്തേക്ക് Y ആണ്, മൂന്നാമത്തെ ആളുടെ 7 മാസത്തേക്ക് Z ആണ്. അപ്പോൾ 14x:8y:7z is 5:7:8 ആണ്. അങ്ങനെ വരും അവരുടെ നിക്ഷേപത്തിൻ്റെ റേഷ്യോ. അപ്പോൾ അതിൽ നിന്ന് ഈ ആദ്യ രണ്ടെണ്ണം എടുത്ത് നമുക്ക് അതിൻ്റെ റേഷ്യോ എഴുതാമല്ലോ. 14x/8y is equal to 5/7. ആദ്യ റേഷ്യോ നമ്മൾ എഴുതി. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 98, 14 into 7, 98x is equal to 40y എന്ന് എഴുതി. അപ്പോൾ y എന്ന് കിട്ടും നമുക്ക് 49x/20 എന്ന് കിട്ടും. അതേപോലെ അടുത്ത രണ്ട് റേഷ്യോ നമ്മൾ എടുക്കണം. അടുത്ത രണ്ട് എടുക്കുമ്പോൾ 14x/7z is equal to 5/8 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 112x is equal to 35x, x is equal to 112x/35, that is 16x/5 എന്ന് കിട്ടും. So we have determined x initially, then y is assumed z. So we can write x is to y is to z in this manner. This is the investment ratio. That is x is to 49x/20 is to 16x/5. X will cancel, multiply by 20. So we get 20 is to 40 is to 64. 20 കൊണ്ട് വിളിക്കുമ്പോൾ 64 അവസാനം കിട്ടും. അപ്പോൾ അതാണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ. 3 partners A, B, C start a business. B's capital is 4 times C's capital and twice A's capital is equal to thrice B's capital. If the total profit is rupees 16500 at the end of the year, find out B's share in it. 3 partners A, B, C start a business. B's capital is 4 times C's capital. 3 പാർട്ട്നേഴ്സ് എ ബി സി ഒരു ബിസിനസ്സിൽ പങ്കാളികളാകുകയാണ്. ബിയുടെ മൂലധനം സിയുടെ 4 മടങ്ങാണ്. ആൻഡ് ടോയ്സ് എയ്സ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ത്രൈസ് ബീസ് ക്യാപിറ്റൽ. ഈ എയുടെ മൂലധനത്തിൻ്റെ ഇരട്ടി ബിയുടേതിൻ്റെ 3 ഇരട്ടിക്ക് തുല്യമാണ്. If the total profit is rupees 16,500 at the end of a year, find out B's share in it. അപ്പോൾ ആകെ പ്രോഫിറ്റ് 16,500 ആണെങ്കിൽ ആ ബിയുടെ ഷെയർ എത്ര, ബിയുടെ നിക്ഷേപം എത്രയാണ് ചോദ്യം. rupees 4,000, rupees 5,000, rupees 6,000, rupees 7,000. Answer C, that is rupees 6,000. You see the answer. സപ്പോസ് സീസ് ക്യാപിറ്റൽ എക്സ് എന്ന് വിചാരിക്കുക. സിയുടെ ക്യാപിറ്റൽ നമുക്ക് അസ്യൂം ചെയ്യുക. അപ്പോൾ ബീസ് ക്യാപിറ്റൽ എന്തായിരിക്കും? സിയുടേതിൻ്റെ 4 മടങ്ങാണ്. ബീസ് ക്യാപിറ്റൽ ഇസ് 4x. സിൻസ് ബീസ് ക്യാപിറ്റൽ ഇസ് 4 times സീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിയുടെ മൂലധനം എക്സ് എന്ന് വിചാരിച്ചാൽ ബിയുടേത് 4 മടങ്ങാണ്. പിന്നെ പറയുന്നതാണ് എയുടെ ക്യാപിറ്റൽ 6x ആയിരിക്കും. കാരണം എയുടേതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് ബിയുടെ 3 ഇരട്ടിയാണെന്ന് പറയണം. ബിയുടെ 3 ഇരട്ടി. അപ്പോൾ എയുടെ ഇരട്ടി, എയുടെ ക്യാപിറ്റൽ ഇരട്ടി. അപ്പോൾ 6x ആണ് എക്കെങ്കിൽ 12x വരുമല്ലോ. 12x ഒരു ഇരട്ടി. അപ്പോൾ ബിയുടെ നമ്മൾ 4x ആണ്. 4xന് 3 ഇരട്ടി എത്രയാണ്? 12x. അപ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ ബിയുടെ 4x ആണെങ്കിൽ എയുടെ 6x വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ശരിയാകും. ഏത് കണ്ടീഷൻ? ടോയ്സ് എസ് ക്യാപിറ്റൽ ഈസ് ത്രൈസ് ബീസ് ക്യാപിറ്റൽ എന്ന് വരും. അപ്പോൾ എല്ലാ ക്യാപിറ്റലും നമ്മൾ എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു, എക്സിലേക്ക് മാറ്റി. ഒന്ന് മനസ്സിലാക്കണം, സിയുടെ ക്യാപിറ്റൽ നമ്മൾ അസ്യൂം ചെയ്ത് എക്സ് എന്ന്. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ 4x നിൽക്കും. അത് പറഞ്ഞിട്ടുണ്ട്, 4 times എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയും ബിയുടെ കമ്പാരിസനാണ്. എയുടെ ഇരട്ടി ക്യാപിറ്റൽ സിയുടെ 3 ഇരട്ടി ക്യാപിറ്റലാണ്. അപ്പോൾ എയുടെ 6x എടുത്തു കഴിഞ്ഞാൽ ബിയുടേത് 4x വന്നാൽ ശരിയാവുമല്ലോ. ബിയുടെ 4x ആണല്ലോ. അപ്പോൾ എയുടെ 6x വരണം. കാരണം 6ന്റെ ഇരട്ടിയും 4xന്റെ 3 ഇരട്ടിയും 12x തുല്യമായിട്ട് വരും. A is to B is to C equal to 6x is to 4x is to x. അവിടെ x ക്യാൻസൽ ചെയ്യും. 6 is to 4 is to 1. So B's share. ആകെ പ്രോഫിറ്റ് 16,500 ആണല്ലോ. ആകെ റേഷ്യോ സം വരുന്നത് 11 ആണ്. അപ്പോൾ 11 equal to 6,500. Therefore what is the B's share ആണ്. B's share, that is 4 times. 11 will cancel. From 165,000 we get 1,500 into 4, that is 6,000 rupees. That's the answer. Next question. Kamal started a business investing rupees 9,000. After 5 months, Samir joined with a capital of rupees 8,000. If at the end of the year they earn a profit of rupees 6,970, then what will be the share of Samir in the profit? ഇപ്പോൾ 2 പേര് കമാൽ എന്ന് വായിക്കാം. കമാലും സമീറും കൂടി ഒരു ബിസിനസ്സിൽ പങ്കാളികളാകുകയാണ്. അപ്പോൾ കമാൽ അത് 9,000 rupees ഇൻവെസ്റ്റ് ചെയ്യും. 5 മാസം കഴിഞ്ഞ് സമീർ rupees 8,000 ഇൻവെസ്റ്റ് ചെയ്യും. വർഷാവസാനം അവരുടെ പ്രോഫിറ്റ് 6,970 rupees ആണ്. എങ്കിൽ വാട്ട് വിൽ ബി ദ ഷെയർ ഓഫ് സമീർ എത്ര കിട്ടും എന്നാ പറയണ്ടത്, ഷെയർ എത്ര എന്നാ പറയണ്ടത്. അപ്പോൾ ഈ 6,970 സമീറിന് കിട്ടുന്ന 2,380, 2,280, 2,260. We can see the answer. Answer is A, that is
2380. Now, as per question, Kamal invested for 12 months and Samir invested for 7 months and last is and. Now, as per question, Kamal invested rupees 12 for 12 months and Samir invested for 7 months. 5 മാസം കഴിഞ്ഞാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യണത്. So, Kamal is to Samir investment ratio. That is 9,000 to 12 is to 8,000 to 7. അപ്പോൾ ആ മാസങ്ങൾ കൂടി കണക്കെടുത്ത് വേണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 108:56 വീണ്ടും ക്യാൻസൽ ചെയ്താൽ 27:14 എന്ന് കിട്ടും. അപ്പോൾ റേഷ്യോയുടെ സം 41 വരും. 27:14, 27 + 14 41. 41 ആണ് ഈ 6970. So we have to find Samir's part. Samir's ratio in profit will be 41, 6970 ആണെങ്കിൽ 14 എത്ര? അതാണ് ക്വസ്റ്റ്യൻ. The answer is rupees 2380. Answer. Next question. P&Q invested in a business. The profit earned was divided in the ratio 2:3. If P invested rupees 40,000, the amount invested by Q is. അപ്പോൾ പിയും ക്യൂവും രണ്ടുപേരും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പ്രോഫിറ്റ് ഭാഗിക്കുന്നത് 2:3 എന്ന റേഷ്യോ ആണ്. പിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 40,000 ആണെങ്കിൽ എന്താണ് ക്യൂവിൻ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇവിടെ 4 ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. എ rupees 40,000, ബി rupees 50,000, സി rupees 60,000, ഡി rupees 70,000. Let us see the answer. Answer is C, rupees 60,000. You look here, that the amount invested by Q is small q. So 40,000 is to Q is 2:3. Take the ratio in this manner. By 40,000 by Q is 2/3. Q is equal to 40,000 into 3/2. That is rupees 60,000. Next question. If P's capital is 6, Q's capital equal to 10 R's capital, then out of the total profit of rupees 4650, R will receive 4 times P's capital is 6 times Q's capital is equal to 10 times R's capital. Then out of the total profit of rupees 4650, R will receive. R എത്ര കിട്ടുന്നതാണ്. അതായത് പിയുടെ ക്യാപിറ്റൽ 4 മടങ്ങ്, ക്യൂവിൻ്റെ ക്യാപിറ്റൽ 6 മടങ്ങാണ്. അത് ആറിൻ്റെ ക്യാപിറ്റലിൻ്റെ 10 മടങ്ങാണ്. എന്നാൽ ഈ ആകെ പ്രോഫിറ്റ് 4650 ആണെങ്കിൽ ആറിന് എത്ര കിട്ടുമെന്നുള്ളതാണ്. ₹600, ₹700, ₹800, ₹900. See the answer. Answer is option D. That is ₹900. You see the solution. P's capital P എന്ന് പറയാം, Q's capital Q, R's capital R എന്ന് പറയാം. Small r. Then 4P is equal to 6Q is equal to 10R. It is given. 4P is equal to 6Q is 10R. That is cancelled by 2. 2Q is equal to 3Q is equal to 6R. So find Q. Q is 2P/3. 2P/3. Find R. R is equal to 2P/5. 2P/5. P is to Q is to R. The investment ratio. P is 2, 2P/3 is 2, 2P/5. Cancel P, multiply by 15. We get 15 is to 10 is to 6. So total ratio number is 31. 31 is 4650. So what is R's share? 6 part. So R's share is equal to 4650.
50 into 6 by 31 equal 150 into 6. 31 will cancel in 4650. 150 times 150 into 6, that is rupees 900. Answer. Next question. A comma BC rent a pasture of pasture. A puts 10 oxen for 7 months. B puts 12 oxen for 5 months. And C puts 15 oxen for 2 months for grazing. If the rent of the pasture is rupees 175, how much must C pay as the share of rent? ഇപ്പോൾ ഇവിടെ ABC ഒരു ഗ്രീൻ ഫീൽഡ്, ഒരു പാടം അല്ലെങ്കിൽ ഒരു വയൽ, പാസ്റ്റർ, അത് റെന്റിന് വാങ്ങിക്കുകയാണ്. ഒരു വയൽ മേയാൻ, ഓക്സിന് മേയാൻ വേണ്ടി വാങ്ങിക്കുകയാണ്, ഗ്രേസിങ്ങിന് വേണ്ടി വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ 10 ഓക്സിനെ 10 കാളകളെ ഇറക്കും ഈ പുല്ല് തിന്നാനായിട്ട് ഫോർ 7 months. B 12 ഓക്സിനെ ഇറക്കും. C 15 ഓക്സിനെ ആണ് ഈ ഫീൽഡിൽ ഇറക്കുന്നത്, ഈ പാസ്റ്ററിൽ ഇറക്കുന്നത്, ഗ്രീൻ പാസ്റ്ററിൽ വാടക കിട്ടുന്ന സ്ഥലത്താണ് അവയെ വിടുന്നത്, മേയാൻ വിടുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ മാസം പറയുന്നുണ്ട്. A puts 10 oxen for 7 months, B puts 12 oxen for 5 months, and C puts 15 oxen for 3 months for grazing. If the rent of the past, ആ വയലിൻ്റെ റെൻറ്റ്, ആ മേച്ചിൽപ്പുറം, അതിൻ്റെ ആ റെൻറ്റ് 175 ആണെങ്കിൽ എത്ര സി കൊടുക്കേണ്ടി വരുമെന്ന്, എത്ര രൂപ? rupees 40, rupees 30, rupees 45, rupees 50. ആൻസർ ഈസ് സി. അപ്പോൾ ഇത് അവരുടെ ആ സ്പെൻഡിങ്ങിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. ഒരാൾ എത്ര മാസം ഉപയോഗിക്കുന്നു, അതിൻ്റെ ചിലവ് ഏത് റേഷ്യോയിൽ വരും. അപ്പോൾ എഴുതുന്നത് 10 oxen for 7 months ആണല്ലോ, അപ്പോൾ 10 into 7. അടുത്ത ആൾ 12 oxen for 5 months ആണ്, അപ്പോൾ 12 into 5. മറ്റാൾ 15 for 3 months. The ratio is 70:60:45. That is 14:12:9. So C's rent ആകെ റേഷ്യോ വരുന്നത് 35 ആണ്. അപ്പോൾ സിയുടെ 9 പാർട്ടേ ഉള്ളൂ. അപ്പോൾ 175 into 9 by 35. That is rupees 45. Answer C. Next question. In a business, A and C invested the amounts in the ratio 2:1, whereas the ratio between amounts invested by A and B was 3:2. If rupees 157,300 was their profit, how much amount did B receive? ബിക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ A-C ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2:1, എന്നാൽ എയും ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3:2. ആകെ പ്രോഫിറ്റ് 1,57,300 ആണ്. 50,300 rupees ആണ് പ്രോഫിറ്റ്. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ബി റിസീവ്? ബിക്ക് എത്ര കിട്ടുന്നു പ്രോഫിറ്റിൽ ഇതിൽ നിന്ന്? അപ്പോൾ rupees 48,000, rupees 48,200, rupees 48,400, rupees 48,600. Option C, that is rupees 48,400. You see the solution. Assume that investment of C is equal to X. C യുടെ നിക്ഷേപം X എന്ന് വിചാരിക്കുക. Then investment of A is twice that of C, 2X. Investment of B is equal to 2 into A by 3, 4X by 3. Since the ratio of investment A is to B 2:3 ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ബി ഈസ് 2/3 ഓഫ് എ. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ. ബി ഈസ് ഈക്വൽ 2/3 എ ആണ്. അപ്പോൾ എ ഇടുന്നത് 2x ആയതുകൊണ്ട് 4x by 3.
A is to B is to C equal to 2x is to 4x by 3 is to x. Cancel x and multiply by 3. We get 6 is to 4 is to 3. When we multiply by x, multiply by 3 and cancel by x, we get 6 is to 4 is to 3. So B share. Aage profit 157300 ആണ്. ആകെ സം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് 157300 into 4 by 13, that is equal to 12100 into 4, that is rupees 48400 is the answer. Next question. Can be started a business in a partnership investing rupees 20,000 and rupees 15,000 respectively. After 6 months, she joined them with rupees 20,000. What will be B's share in total profit of rupees 25,000 earned at the end of 2 years from the starting of the business? അപ്പോൾ 2 പേര് ആദ്യം ഒരു ബിസിനസ് ആരംഭിക്കും. ഒരാൾ 20,000 രൂപ എ, ബി എന്ന ആൾ 15,000 രൂപ നിക്ഷേപിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ സി ജോയിൻ ചെയ്യും. 20,000 രൂപ നിക്ഷേപിച്ചുകൊണ്ട് ബി ജോയിൻ ചെയ്യും. പിന്നെ what will be the B share in total profit of rupees 25,000 earned at the end of 2 years? 2 വർഷം കഴിയുമ്പോൾ ആകെ പ്രോഫിറ്റ് 25,000 ആണെങ്കിൽ ബി ഷെയർ എത്രയാണ്? The choice is rupees 7,500, rupees 9,000, rupees 9,500, rupees 10,000. Look at the answer. ഓപ്ഷൻ എ. ഇപ്പോൾ 2 വർഷത്തിലാണ് നിക്ഷേപം ഓർക്കണം. അപ്പോൾ പിന്നെ 2 വർഷം 24 മാസം. സൊല്യൂഷൻ എ ഇസ് ടു ബി ഇസ് ടു സി. ഓരോരുത്തർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പെയ്ഡത് 20,000 24 മാസത്തേക്ക്, അപ്പോൾ 2 വർഷം. ഈസ് ടു ബിയുടേത് അത് 2 വർഷത്തേക്കാണ്, 15,000 into 24. സി ആണ് കുറച്ച് മാസത്തേക്ക് വരുന്നത്. കാരണം അയാൾ ജോയിൻ ചെയ്യുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അയാൾക്ക് 18 മാസം കൂട്ടിയാൽ മതി. 24 6 പോയിട്ട് 18, 20,000 into 18. ഇവിടെ 20,000 ത്രൂ ഔട്ട് വെട്ടും. എന്നിട്ട് കോൺഫാക്ടർ ക്യാൻസൽ ചെയ്യുമ്പോൾ 4:3:3 എന്ന് കിട്ടും. അപ്പോൾ ആകെ പ്രോഫിറ്റ് 25,000 ആണ്. ആകെ റേഷ്യോ സം വരുന്നത് 10 ആണ്. റേഷ്യോയുടെ സം വരുന്നത്, വാല്യൂ വരുന്നത് 10 ആണ്. ആ 10 25,000 ആണെങ്കിൽ 3 എത്ര? അതാണ് ബി ഷെയർ, വിച്ച് ഈസ് 7500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PQR entered into a partnership. P initially invests 25 lakh and adds another 10 lakhs after 1 year. Q initially invests 35 lakh and withdrawal 10 lakh and withdraws 10 lakh after 2 years, and R invests rupees 30 lakhs. In what ratio should the profit be divided at the end of 3 years? ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉള്ള ഒരു ബിസിനസ്സാണ് PQR. പി 25 lakhs rupees ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഒരു 10 lakhs കൂടി ഇൻവെസ്റ്റ് ചെയ്യും. Q ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 35 lakh ആണ്. എന്നാൽ പിന്നെ 2 വർഷം കഴിയുമ്പോൾ അയാൾ ഒരു 10 lakh വിഡ്രോ ചെയ്യും, പിൻവലിക്കും. R ഇൻവെസ്റ്റ് rupees 30 lakhs. 30 ലക്ഷം രൂപ നിക്ഷേപിക്കും. In what ratio should the profit be divided at the end of 3 years? 18:19:19, 18:18:19, 19:19:18, and D choice 18:19:19. Option C.
19:19:18. ഇപ്പോൾ നോക്കുക, പിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakh 1 year പ്ലസ് 35 lakh ഫോർ 2 year. അപ്പോൾ അയാൾ ഒരു വർഷം കഴിഞ്ഞാൽ 25 lakh കിട്ടുന്നത്. ഓക്കെ, എത്ര വർഷത്തെ നിക്ഷേപമാണെന്ന് നോക്കി. നിക്ഷേപം 3 year കാൽക്കുലേഷനാണ്, 3 year കാൽക്കുലേഷൻ. ഇപ്പോൾ പിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്ക്. PQ&R entered into a partnership. P initially invests 25 lakh and adds another 10 lakh after 1 year. അപ്പോൾ 10 lakh 1 year കഴിഞ്ഞാൽ 1 year കഴിയുമ്പോൾ അയാൾക്ക് 35 lakh വരും. ആദ്യം 25 lakh. ഇപ്പോൾ 25 lakh 1 year. പിന്നെ 10 lakh കൂടി ചേർക്കുമ്പോൾ 35 lakh വരും അയാൾക്ക്. ആ 35 lakh കിടക്കുന്നത് 2 years ആണ്. അപ്പോൾ 25 lakh 1 year കൂട്ടിയാൽ മതി. ആ 25 കൂടി ആഡ് ചെയ്താണ് അടുത്ത വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു 10 lakh കൂടി ചേർക്കും. അപ്പോൾ 35 lakh തുടർന്നുള്ള 2 year. പിന്നെ ബി ആണെങ്കിൽ 35 lakh 2 വർഷം പ്ലസ് 25 lakh 1 വർഷം. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കി, എത്രയാണോ നോക്കി, പ്ലസ് ആണ്. ഈസ്റ്റു അല്ല, പ്ലസ് ആണ്. ബിയുടെ ഒന്ന് വായിച്ച് നോക്കുക. ബിയിലെ ക്യൂവിൻ്റെ ക്യൂ ഇനിഷ്യലി ഇൻവെസ്റ്റേഴ്സ് 35 lakh ആൻഡ് വിഡ്രോവൽ 10 lakh ആഫ്റ്റർ 2 years. അപ്പോൾ 35 lakh കഴിഞ്ഞിട്ട് 10 lakh വിഡ്രോ ചെയ്യുമ്പോൾ ബാക്കി 25 lakh വരും ഒരു വർഷത്തേക്ക്. 25 lakh പിന്നെ 35 lakh 2 വർഷത്തേക്ക് വരും. അപ്പോൾ ബിയുടെ 35 × 2 പ്ലസ് ആണ് കേട്ടോ, അവിടെ ഈസ്റ്റു അല്ല, പ്ലസ് 25 × 1. അടുത്തത് പിന്നെ 30 lakh 3 years ആണ് മറ്റേ ആറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് എത്ര കിട്ടും? 25 + 70 95. അടുത്ത എത്ര കിട്ടും? 70 + 25. അത് പ്ലസ് ആണെന്ന് നോക്കിയാൽ മനസ്സിലാവും. 95. അടുത്ത 90. അപ്പോൾ ഇത് ഒരു 5 കൊണ്ട് വെട്ടിപ്പ് കഴിഞ്ഞാൽ 19:19:18 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ABC subscribes ₹50,000 for a business. A subscribes ₹4,000 more than B and B ₹5,000 more than C. Out of the total profit of ₹35,000 A receives. അപ്പോൾ എയും ബി സിയും പിന്നെ ഒരു ബിസിനസ്സിന് 50,000 രൂപയാണ് പിന്നെ കൊടുക്കുന്നത്. A subscribes 4,000 more than B and B ₹5,000 more than C. അപ്പോൾ ഇവിടെ എയുടേത് 4,000 രൂപ കൂടുതലാണ് ബിയേക്കാൾ. ബിയുടേത് സിയുടെ പിന്നെ നിക്ഷേപത്തേക്കാൾ 5,000 രൂപ കൂടുതലാണ്. ടോട്ടൽ പ്രോഫിറ്റ് 35,000 ആണെങ്കിൽ എക്ക് എത്ര കിട്ടുമോ? ₹8,400, ₹11,000, ₹13,600, ₹14,700. സൊല്യൂഷൻ ഓപ്ഷൻ ഡി ആണ്, 14700. സൊല്യൂഷൻ സി എടുത്ത് എക്സ് വിചാരിക്കുക. ദെൻ ബീസ് എക്സ് പ്ലസ് 5,000 ആണ്. ആൻഡ് എ എക്സ് പ്ലസ് 5,000 + 400 ആണ്. ഓരോരുത്തരേക്കാൾ കൂടുതലാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലസ് 9,000 ആണ്. സോ എക്സ് പ്ലസ് 5,000 പ്ലസ് എക്സ് പ്ലസ് 9,000 പ്ലസ് ഈസ് ഈക്വൽ ടു അത് മൊത്തം 50,000 ആണ്. സോ 3x ഈസ് ഈക്വൽ ടു 36,000 വരും. അപ്പോൾ സിയുടേത് എക്സ്, ബിയുടേത് എക്സ് പ്ലസ് 5,000, പിന്നെ എയുടേത് എക്സ് പ്ലസ് 9,000. എല്ലാം കൂടി കൂട്ടിയാൽ ആകെ നിക്ഷേപം വരും. ആകെ നിക്ഷേപം പറയുന്നുണ്ട് ഇവിടെ, ആകെ നിക്ഷേപം പറയുന്നുണ്ട്. ₹50,000 ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആകെ നിക്ഷേപം ₹50,000. അത് എല്ലാവരും കൂട്ടുമ്പോൾ കിട്ടും നമുക്ക്. അപ്പോൾ 3x ഈസ്
സംഖ്യ റൈറ്റിൽ കൊണ്ടുപോയിട്ട് കുറക്കണം. 3x is 36,000, x is equal to 12,000, a is to b is to c is equal to 21,000 is to 7,000 is to 12,000 is to 21 is to 17 is to 12. So yes, share ആ റേഷ്യോ സം വരുന്നത് 50 ആണ്. 50 is equal to 35,000. So 21 is what? It is 14700 on cancellation. Next question. A and B invest in a business in the ratio 3:2. If 5% of the total profit goes to charity and A share is rupees 855, the total profit is. അപ്പോൾ എ ബി ഇൻവെസ്റ്റ് ചെയ്യാണ് റേഷ്യോ 3:2 ആണ്. ഇതിൽ ലാഭത്തിൽ 5% ചാരിറ്റി വർക്കിന് പോകും. എയുടെ ഷെയർ 855 ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? റുപ്പീസ് 1425, റുപ്പീസ് 1500, റുപ്പീസ് 1537.50, റുപ്പീസ് 1576. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് 1500. അതിലേക്ക് ടോട്ടൽ പ്രോഫിറ്റ് ബി റുപ്പീസ് 100. നമുക്ക് റുപ്പീസ് 100 ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി. ആഫ്റ്റർ പേയിങ് എ ചാരിറ്റി എ ഷെയർ ഈസ് റുപ്പീസ് 95 into 2/3 ആയിരിക്കും. 3/5 ആയിരിക്കും. 5/3 ഭാഗമായിരിക്കും എയുടെ ഷെയർ. അത് തന്നിരിക്കുന്നത് 57 ആണ്. അത് അങ്ങോട്ട് 57 കിട്ടും. 57 ഈ 100 കണക്ക് വെച്ച് 57 ആണ്. ആ ടോട്ടൽ പ്രോഫിറ്റ് റുപ്പീസ് 100 ആണ്. അപ്പോൾ എ ഷെയർ 855 ആണ്. അപ്പോൾ ഈ 57 എന്ന് പറയുന്നത് 855 ആണ്. എങ്കിൽ ആകെ എത്ര എന്നാണ് ചോദ്യം? ആകെ എത്ര? 57 എന്ന് പറയുന്നത് എയുടെ ഷെയർ 855 ആണ്. അപ്പോൾ ആകെ എത്ര? 100 എത്രയാണ്? അത് 1500 വരും. ABC jointly thought of engaging themselves in a business venture. It was agreed that A would invest rupees 6500 for 6 months, B rupees 8400 for 5 months, and C rupees 10,000 for 3 months. A wants to be the working member for which he was to receive 5% of the profits. The profit earned was rupees 7400. Calculate the share of B in the profit. അപ്പോൾ എയും ബി സിയും ഒരു ജോയിൻ്റ് ആയിട്ട് ഒരു വെഞ്ചറിൽ ഏർപ്പെടുകയാണ്. എ റുപ്പീസ് 6500 നിക്ഷേപിക്കുക 6 മാസത്തേക്ക്, ബി റുപ്പീസ് 8500 5 മാസത്തേക്ക്, സി റുപ്പീസ് 10000 3 മാസത്തേക്ക്. പിന്നെ ഈ വർക്കിംഗ് പ്രോഫിറ്റിൻ്റെ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു 5% എയുടെ വർക്കിംഗ് ആയിട്ട് കൊടുക്കുക. എയാണ് വർക്ക് ചെയ്യുന്ന മെമ്പർ, അയാൾക്ക് കൊടുക്കണം. മറ്റൊരു ഇൻവെസ്റ്റേഴ്സാണ്, ഏതിൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അയാൾക്ക് ഒരു 5% ലാഭത്തിൽ നിന്ന് അധികമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആകെ പ്രോഫിറ്റ് 7500 ആണെങ്കിൽ ബിക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുമെന്ന്? റുപ്പീസ് 1900, റുപ്പീസ് 2660, റുപ്പീസ് 2800, റുപ്പീസ് 2840. ഓപ്ഷൻ ബി റുപ്പീസ് 2660. ഫോർ മാനേജിങ് എ റിസീവ്ഡ് 5% ഓഫ് റുപ്പീസ് 7400. 7500-ൻ്റെ 5% എക്ക് പോകുമല്ലോ ഈ മാനേജ് ചെയ്യാൻ, വർക്ക് നോക്കാനായിട്ട്. അപ്പോൾ അത് റുപ്പീസ് 370 ആണ്. അത് കുറച്ച് ബാക്കിയുള്ളൂ ഭാഗിക്കാൻ. ബാക്കി ഉള്ളത് 7030 ആണ് ഉള്ളത്. റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് 6500 into 5 മാസക്കണക്കിനാണ് നമ്മൾ എഴുതുന്നത്. ഈസ് ടു 8400 into 5. അത് 6 ആട്ടോ, രണ്ടാമത്തെ 5, പിന്നെ 10,000 to 3. അപ്പോൾ അത് റേഷ്യോ കാണുമ്പോൾ നമുക്ക് 13:40:10. അപ്പോൾ ടോട്ടൽ ഷെയർ റേഷ്യോയുടെ ആ സംഖ്യ 37 കിട്ടും. 37 part is equal to 7030. So 14 part, that is B share. That is rupees 2660.
The answer to this question is 2660. With this, our 22nd lecture on general aptitude paper is over. We continue with another topic in the next class. Thank you.